ഒന്ന് പറയാൻ പറ്റുമോ കണ്ടിന്യൂസ് ആയിട്ട് ആ തുടർച്ചയായിട്ടുള്ള കണക്ഷൻസ് ആർക്കാ പറയാൻ പറ്റുക? ആരാ തയ്യാറായിട്ട് വരണത് ചെവിയുടെ ഭാഗത്തിനെ കുറിച്ച് പറയാൻ? മരിയ ജോണി എന്ന് പറഞ്ഞു നോക്കിയേ ആദ്യം തൊട്ടിട്ട്. ആ ചെവിയുടെ നമ്മള് ശബ്ദം ഉണ്ടാകുന്നത്, ശബ്ദം എന്ന അനുഭവം, സൗണ്ട് എന്ന ഫീൽ, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് ആ ഒരു തോന്നൽ നമുക്ക് എങ്ങനെയാ ഉണ്ടാവുന്നത്? മരിയ ജോണി കേൾക്കണ്ട മാഷ് പറയണത്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ച ഭാഗമാണ്. അതൊന്ന് ജസ്റ്റ് അങ്ങോട്ട് തുടങ്ങിയിട്ട് നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. How that we feel sound. മരിയ ജോണി ഇല്ലേ? ഇതാണ് കുഴപ്പം. എന്നാ പറഞ്ഞു. നമ്മൾ ഈ ചെവിയുടെ പ്രവർത്തനം കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒന്നും പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ശബ്ദം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ശബ്ദം വരുന്നത് ഇങ്ങനെ ഒരു അതന്നെ ശബ്ദം. ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ ആ ശബ്ദം നിങ്ങൾക്ക് എങ്ങനെ കേൾക്കുന്നു? ഞാൻ സംസാരിക്കുന്ന ഈ റൂമിലാണെങ്കിൽ, ഈ സ്ഥലത്ത് എൻ്റെ അടുത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ശബ്ദം എങ്ങനെ ട്രാവൽ ചെയ്യും? അതിനെ കുറിച്ചിട്ട് നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മരിയ ജോണി ഒന്നും മിണ്ടില്ല. വേഗാവട്ടെ, പറഞ്ഞു. പേടിക്കല്ല, തെറ്റിയാലൊന്നും കുഴപ്പമില്ല. തെറ്റിയത് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ പറഞ്ഞുതരാണ്ട്. സാമൂലൊക്കെ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്, പറയാൻ തയ്യാറായിട്ട്. ആദ്യം ശബ്ദം ട്രാവൽ ചെയ്യുന്ന വിവിധമായിട്ടുള്ള ഭാഗങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞാൽ മതി. അപ്പൊ റെഡിയാവും. അത്രേ വേണ്ടോ? കാത, പിന്നെ അങ്ങനെ പറയും. പിന്നെന്താ വേഗം പറയും. പിന്നെ കേട്ടില്ല. എന്താ? ഏതാണ്? പിന്നെ അതായത് നമ്മൾ പറയുന്നത് ഈ വായു തരംഗം, ശബ്ദ തരംഗം വന്ന് ചെവിയുടെ പുറത്ത് നിൽക്കും. അത് ചെവിയുടെ ഉള്ളിലേക്ക്, പിന്നയുടെ ഉള്ളിലുള്ള ഭാഗം പിന്നെ ഏതാ? പിന്നെ കഴിഞ്ഞ പിന്നെ അടുത്ത ഭാഗം ഓഡിറ്ററി കനാൽ. പിന്നെ റൗണ്ട് വിൻഡോ ഒക്കെ എത്തിയപ്പോഴേക്കും ഇതിന്റെ ഇത്രയ്ക്ക് ചെറുതാണോ എന്താണ് മരിയ ജോണിയുടെ ചെവി? ഇത്രയ്ക്കുള്ളോ? ഇത്രയും വലിയ തലയിൽ ഇത്രയ്ക്ക് ഇതോട് കൂടി ചെവിയുടെ ഭാഗം കഴിഞ്ഞ ചെവി ഇങ്ങോട്ട് കിടക്കണം നീണ്ടു പറഞ്ഞിട്ട്. വേഗം പറയും. വേറെ അറിയില്ല. അത് മോശമായി. നമുക്കൊരു കാര്യം ചെയ്യാം, ഖേദറിനെ കൊണ്ട് പറയിപ്പിക്കാം. ഖേദറിൻ ടി ഷൈൻ പറയൂ. ബാക്കി പറയൂ. പറയുന്ന ആൾക്കാരുണ്ട് ഇവിടെ, ഞാൻ അവരോട് ചോദിക്കാതെ. പിന്നെ അധികമൊന്നും ആയിട്ടില്ല. പിന്നെ എത്തി ഓഡിറ്ററി കനാലെത്തി. ഇനി പറഞ്ഞു. ടിംബാനം, വെരി ഗുഡ്. പിന്നെ മാലിയസ്, പിന്നെ ഇംഗസ്. എനിക്ക് എഴുതാൻ പറ്റുന്നില്ല, ഞാൻ എടുത്ത് നിർത്തി. ഇംഗസ്, സ്റ്റേപ്പസ്, മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പസ്. ഓവൽ വിൻഡോ, എൻഡോലിംഫ്, സ്കേലാർ മെംബ്രെയിൻ. സ്കേലാർ മെംബ്രെയിന് മുൻപ് ശരിക്കും റൗണ്ട് വിൻഡോ പറയണം നമ്മള്. ശരിക്കും ആ പെരിലിംഫ് എൻഡോലിംഫ് അല്ലേ പറഞ്ഞ്? എൻഡോലിംഫ് വന്നിട്ട് ഇങ്ങനെ തട്ടുന്നത് റൗണ്ട് വിൻഡോയിലാണ്. അങ്ങനെ ഈ രണ്ട് വിൻഡോയും എൻഡോലിംഫും വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വിറയ്ക്കുമ്പോഴാണ് അതിന്റെ ഇടയിലുള്ള എന്താ ഇതിനെ പറയുന്ന പേര്, മെംബ്രെയിനെ പറയുന്നത് ബേസിലാർ മെംബ്രെയിൻ. ബേസിലാർ മെംബ്രെയിൻ.
ബേസിലാർ മെംബ്രെയിൻ വൈബ്രേറ്റ് ചെയ്യും. അപ്പോ പറഞ്ഞോ, ശരി ആയിക്കോട്ടെ, എന്നാലും പറഞ്ഞല്ലോ. അപ്പോ ബേസിലാർ മെംബ്രെയിനിൽ ഒരു സാധനം ഉണ്ട്, എന്താ അത്? ഹെയർ സെൽ. ഹെയർ സെല്ല് എന്ത് ചെയ്യും? അതിന്റെ സ്റ്റിമുലി പിടിച്ചെടുക്കും, എന്നിട്ട് ഇമ്പൾസ് ആക്കും. ആ ഇമ്പൾസ് ഏതിലൂടെ ട്രാവൽ ചെയ്യും? ഇമ്പൾസ് ട്രാവൽ ചെയ്യുന്നതൊക്കെ നെർവാണ്, നാഡിയാണ്. ഇമ്പൾസ് ട്രാവൽ ചെയ്യുന്ന സാധനത്തിന് വിളിക്കുന്ന പേരാണ് നെർവ്. ഓഡിറ്ററി നെർവ്. കണ്ട, ക്ഷമ നശിച്ചു. ക്ഷമ നശിച്ചു കാതറി. കണ്ടാ, ആൾക്കാർ പഠിച്ചു വന്നിരുന്നിട്ട് ഇത് ഇങ്ങനെ ക്ഷമിക്കണം. നിങ്ങളോട് മാഷ് ക്ഷമിക്കണ പോലെ എല്ലാവരും ക്ഷമിക്കില്ല കേട്ടാ. നല്ല ഉഷാറിലിരിക്കും. നമ്മളൊരു കാര്യം പറഞ്ഞ നിങ്ങൾക്ക് ഇത്രയല്ലേ ഉള്ളൂ പഠിക്കാൻ, അപ്പൊ അത് നന്നായിട്ട് പഠിക്കൂ. കേട്ടാ. ഓഡിറ്ററി നെർവ്. പിന്നെ ലാസ്റ്റ് എന്നാ പിന്നെ പറഞ്ഞ അവസാനിപ്പിച്ചോ? ശരി, ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ ഇതാട്ടാ, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വരയ്ക്കാൻ പറഞ്ഞു നടന്നു. കുറച്ച് ആൾക്കാരൊക്കെ വരച്ചിട്ടു, വരയ്ക്കാത്ത ആൾക്കാരുണ്ട്. എന്താണ് ഞാൻ അവരെ ചെയ്യേണ്ടതെന്നാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കൊറോണയൊക്കെ കാരണം അത് ഇവിടെയൊക്കെ പോലീസൊക്കെ, നിങ്ങളുടെ അവിടെയൊക്കെ പോലീസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ വഴികളൊക്കെ പലയിടത്തിലും? അതൊക്കെയാണ് പ്രശ്നം. ഇപ്പൊ എങ്ങോട്ടും പോകാൻ പറ്റുന്ന അവസ്ഥയായി. അപ്പോ നോക്കൂ, ലിൻസി ഷൈൻ. ആരാ ലിൻസി ഷൈൻ? കേദർന. ആയിക്കോട്ടെ. പേര് മാറ്റിയാലും നമ്മള് ചോദിക്കാതിരിക്കില്ല കേട്ടാ. നോക്ക്, അപ്പോ ശ്രദ്ധിക്കുക. നമ്മൾ ഈ പറഞ്ഞ കാര്യം എന്തൊക്കെയാ? പിന്ന അഥവാ ചെവിക്കുട, അല്ലെ? മലയാളികളെന്ന് പറഞ്ഞേ ചെവിക്കുട. പിന്നെ കർണനാളം അഥവാ ഓഡിറ്ററി കനാൽ. പിന്നെ കർണപടം അഥവാ ടിംബാനം, കർണപടം. പിന്നെ മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പസ്. പിന്നെ ഓവൽ വിൻഡോ, എൻഡോലിംഫ്. പിന്നെയോ റൗണ്ട് വിൻഡോ. പിന്നെ ബേസിലാർ സ്തരം അഥവാ ബേസിലാർ മെംബ്രെയിൻ. പിന്നെ ഹെയർ സെൽ. പിന്നെ ശ്രവണനാഡി, ഓഡിറ്ററി നെർവ്. ഓക്കെ, സെറിബ്രം. ഇപ്പൊ നമ്മളത് ഒന്നും കൂടി ഞാൻ ഈ ഒന്ന് പറയണ്ടടാ, ശ്രദ്ധിക്കൂ. പിന്ന ഓഡിറ്ററി കനാൽ, ടിംബാനം. ഏതാ? പിന്ന ഓഡിറ്ററി കനാൽ, ടിംബാനം എന്ന് പറയുന്നത് വരെയുള്ള ചെവിയുടെ ഭാഗത്തിന് നമ്മൾ പറയാ എക്സ്റ്റേണൽ ഇയർ എന്നാണ് പറയാ. എന്താ പറയാ നമ്മള്? എക്സ്റ്റേണൽ ഇയർ അഥവാ ബാഹ്യകർണം. കേൾക്കണ്ട? അതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാം. എക്സ്റ്റേണൽ ഇയർ. അത് കഴിഞ്ഞാൽ അടുത്ത ഭാഗം ഏതാ? മാലിയസ് ഇംഗസ് സ്റ്റേപ്പസ്, അല്ലെ? എവിടം വരെ? ഓവൽ വിൻഡോ വരെ. ഈ ഭാഗത്തിന് നമ്മൾ പറയും മിഡിൽ ഇയർ എന്ന് വിളിക്കും. മിഡിൽ ഇയർ അഥവാ എന്താ? മധ്യകർണം. മലയാളത്തിൽ എന്താ വിളിക്കുക നമ്മള്? മധ്യകർണം. പിന്നെയോ? അപ്പൊ ഇതെന്തായിരിക്കും ലാസ്റ്റത്തെ? ഇന്റേണൽ ഇയർ. കേൾക്കണ്ട? ആന്തരകർണം. അതെ, മലയാളത്തിൽ പറയും ആന്തരകർണം. ഓക്കെ അല്ലേ? നിങ്ങൾ ചെവിയുടെ കാര്യത്തില് നമ്മൾ ബയോളജി, സയൻസ് വിഷയങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ പരമാവധി അത് ഡയറക്റ്റ് ടു ബ്രെയിൻ എന്നാണ് നമ്മൾ പറയാ. നേരെ അത് ബ്രെയിനിലേക്കാണ് കയറണം. പിന്നെ പഠിച്ചിട്ട് പിന്നെ പരീക്ഷയുടെ മുന്നൊന്ന് പഠിച്ചിട്ട് അങ്ങനെയില്ല. നേരെ നമ്മളത് അങ്ങോട്ട് കയറണം, തുളച്ച് കയറണം. പിന്നെ അത് ഇറങ്ങി പോകാൻ പാടില്ല. കേട്ടില്ലേ? ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ആ സാധനം തലയിൽ വെച്ചിട്ടാണ് പോകണം.
പിന്നെ അത് ഒരു കാരണവശാലും നിങ്ങളത് മറക്കാൻ സമ്മതിക്കരുത്. കേട്ടില്ലേ? മനസ്സിലായ? നമ്മൾ വായിച്ചു പഠിക്കേണ്ട വിഷയമല്ല കേട്ടത്. അതാണ് ഞാനിത് നമ്മൾ ഈ പറയണത്. വീണ്ടും വായിച്ചു പഠിക്കേണ്ട വിഷയം നിങ്ങൾ അങ്ങനെ എടുത്താൽ മതി. ഇത് നമ്മൾ അങ്ങനെയല്ല, ശ്രദ്ധിച്ച് മനസ്സിലാക്കി വീണ്ടും വീണ്ടും ഇങ്ങനെ സംശയങ്ങൾ ചോദിച്ച് പഠിക്കണം. കേട്ടില്ലേ? വീണ്ടും വീണ്ടും ചോദിക്കണം. അങ്ങനെയാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പോ ഒന്നുകൂടിയും പറയാം എന്തൊക്കെയാണ്. പിന്ന, ഓഡിറ്ററി കനാൽ, ടിംബാനം. ഏതുവരെയാ ബാഹ്യകർണം എന്ന് പറയുന്നത്? ടിംബാനം. പിന്നെ ഓഡിറ്ററി കന, ടിംബാനം. അപ്പോ ബാഹ്യകർണത്തിൽ എന്തൊക്കെ ഉണ്ട് ചോദിച്ചാൽ എന്തൊക്കെ പറയും നിങ്ങൾ? ടിംബാനം, ടിംബാനം. അപ്പൊ മിഡിൽ ഇയറിലോ? മാലിയസ് ഇംഗസ് സ്റ്റേപ്പിസ് തൊട്ടിട്ട് നമ്മൾ ഏതുവരെ? ഏതാ? എവിടെ നിന്നിട്ട് അത് സ്റ്റോപ്പ് ആവുന്നത്? ഓവൽ വിൻഡോ വരെ അല്ലെ? അപ്പോ മാലിയസ് ഇംഗസ് സ്റ്റേപ്പിസ് എന്ന് പറഞ്ഞു നിർത്തിയാൽ പോരാ. കാരണം ഇന്റേണൽ ഇയറിൽ വേറെ 1-2 സംഗതികൾ കൂടി ഉണ്ട് കേട്ടാ. അതും കൂടി നമ്മളൊന്ന് പറയാനുണ്ട്. ഇന്റേണൽ ഇയറിൽ മധ്യകർണത്തിൽ അതെന്താ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ചില ഡോക്ടർമാരെ പേര് കേട്ടില്ല നിങ്ങൾ? ENT ഡോക്ടർ എന്നാ കേൾക്കാം. ENT എന്താ? ENT എന്ന് പറഞ്ഞാൽ ഇയർ നോസ്. പിന്നെ അടുത്ത എന്താ? ടി എന്ന് പറയണത്? ടിംബാൻ. എന്താ ഈ ആള് ഭയങ്കരാണല്ലോ, എന്ത് ചോദിച്ചാലും ഉത്തരം പറയില്ലേ? അതാര് പറഞ്ഞാള്? സാമൂല? അതെ, അല്ല, അതാ നമ്മുടെ ത്രോട്ട് എന്ന് പറയുന്ന സാധനം. തൊണ്ടയുടെ ഡോക്ടർ എന്ന് പറയില്ലേ? പക്ഷെ ഈ തൊണ്ടയുടെ ഡോക്ടർ മാത്രമല്ല, ചെവിയുടെ ഡോക്ടർ മാത്രമല്ല, നോസിന്റെ ഡോക്ടർ മാത്രമല്ല, ഇത് മൂന്നും കൂടിയിട്ട് സാധാരണ ഒരു ഡോക്ടർ കൈകാര്യം ചെയ്യും. കാരണം ഇത് മൂന്നും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് പറയുന്നത്. ഇത് മൂന്നും തമ്മിൽ ചേരുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു പോയിന്റ് ഉണ്ട്. ഏതാണെന്നറിയോ? ഏതാ? ഈ ഭാഗം എന്താ ഇതിന്റെ പേര്? എന്താ ഇതിന്റെ പേര്? മൂന്നും കൂടി ചേരുന്ന ഒരു ഭാഗം. നമ്മള് കഴിഞ്ഞ കൊല്ലം അല്ലേ എന്താ ഈ നമ്മുടെ ഇത് പഠിക്കുമ്പോ എന്താ പറയാ, നമ്മുടെ ഡൈജഷൻ ട്രാക്ട് ഉണ്ടല്ലോ, ദഹന വ്യവസ്ഥയോ അല്ലെങ്കിൽ എന്താ പറയാ, നമ്മള് ദഹനേന്ദ്രിയങ്ങള്, ഭക്ഷണം പോകുന്ന വഴികൾ നമ്മൾ പഠിക്കുമ്പോ നമ്മളിതാ ഇതിങ്ങനെ പഠിച്ചിട്ട് ഇത് വായിലൂടെ നമ്മൾ ഈസോഫാഗസിലേക്ക് പോകും അല്ലെ, അന്നനാളത്തിലേക്ക് പോകും. അതേസമയം മൂക്കിലൂടെ പോകുന്ന ദ്വാരം എവിടേക്കാ പോവുക? അത് നേരെ എവിടേക്കാ പോണത്? അത് ശ്വാസകോശത്തിലേക്കല്ലേ? ഇതാണ് ശ്വാസകോശത്തിന്റെ കുഴൽ. ഇതാണ് അത് നമ്മുടെ അന്നനാളത്തിന്റെ ഫ്രണ്ടിലായിട്ട് വരിക, ശ്വാസകോശത്തിന്റെ കുഴല്. അന്നനാളം അതിന്റെ പിന്നിലായിട്ട് വരിക. ഓക്കെ, കേക്കണ്ട? അപ്പൊ ഇത് രണ്ടും കണ്ട അങ്ങനെ മുറിഞ്ഞു കിടക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇവിടെ ഒരു ജംഗ്ഷൻ കണ്ട നിങ്ങള്? ഇങ്ങനെ ഒരു ജംഗ്ഷൻ പഠിച്ചിട്ടില്ലേ നമ്മള്? അപ്പൊ ഭക്ഷണം ദാ ഇതിലെ ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഭക്ഷണം എന്ത് ചെയ്യണം? ഇങ്ങോട്ടോ പോകാൻ പാടില്ല, നേരെ തന്നെ പോണം. നേരെ എവിടേക്ക് തന്നെ പോണം? ഈസോഫേഗസിലേക്ക് തന്നെ പോണം. വേണ്ടേ? അപ്പൊ അത് അങ്ങനെ പോകാനായിട്ട് ഇവിടെ ഒരു അടപ്പൊക്കെ വെച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം. ഇവിടെയൊക്കെ ഓരോ അടപ്പുണ്ട്. ഭക്ഷണം ചെല്ലുന്ന സമയത്ത് ഈ 2 ഭാഗം അടയും. അപ്പൊ വഴി ഇങ്ങനെ കണ്ട, ട്രെയിൻ വരുമ്പോ ഗേറ്റ് തുറക്കണ പോലെയാ അല്ലെ, ഗേറ്റ് അടയ്ക്കണ പോലെയാ, മനസ്സിലായ? അപ്പൊ ഈ 2 ഭാഗം അടയ്ക്കും. എന്നിട്ട് ഇതിലൂടെ ഈ സാധനം പോയതിനു ശേഷം അത് വീണ്ടും തുറക്കും. കേൾക്കണ്ട? അതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളോട് സംസാരിക്കരുത്, ചിരിക്കരുത്, മൊബൈൽ കാണരുത്, സീരിയല് കാണരുത് എന്നൊക്കെ പറയണതിന്റെ കാരണം. അപ്പോ ഈ ജംഗ്ഷന് നമ്മൾ പറയുന്ന പേരാണ് ഫാരിങ്സ് എന്നാ പറയാ. കേട്ടിട്ടുണ്ട് അത്? അപ്പൊ ഈ ജംഗ്ഷന്റെ പ്രത്യേകത നോക്കിയേ. വായേന്നൊരു വഴി കേട്ടാ, വായ ഇവിടെ വന്നിട്ട് മുട്ടുന്നു, മൂക്കും വന്ന് മുട്ടുന്നു. അതുകൂടാതെ ഇവിടേക്ക് വേറൊരാളും കൂടി വന്ന് മുട്ടുണ്ട്. ഇത്രേ ആരാണെന്നാ പറയണത്? അയാൾ ചെവി എന്ന് പറയുന്ന സാധനവും വന്നിട്ട് ഇവിടെ മുട്ടുന്നുണ്ട് എന്നാ പറയണത്.
ചെവി എങ്ങനെ നേരിട്ട് വന്ന് മുട്ടുകയാണോ? അല്ലാത്ര. ഇതിന്റെ മിഡിൽ ഇയർ, അതായത് മാലിയസ് ഇൻഗസ്റ്റേപ്പിസ് നിൽക്കുന്ന ഭാഗം, ഈ ഭാഗം ഒരറയാണ് കേട്ടാ. ഈ ഭാഗം ഒരറയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 അറ. ഇതിങ്ങനെ ഒരു അറയാ. ഈ അറയുടെ ഈ ഭാഗത്ത് ടിംബാനം എന്ന് പറയുന്ന ഭാഗം അത് അടച്ചേർക്കുക. ഈ ഭാഗത്താണെങ്കിൽ ഓവൽ വിൻഡോ അതും അടച്ചേർക്കുക. കണ്ടാ. അപ്പൊ ഇതൊരു ഒരു എന്താ പറയാ, പൂർണ്ണമായിട്ടും അടഞ്ഞു കിടക്കുന്ന ഒരു ബോക്സാണ് ഈ സാധനം, അല്ലെങ്കിൽ ഒരു അറ. കേൾക്കണ്ട? അപ്പൊ ഈ ടിംബാനത്തുമ്മ വന്നിട്ട് ഈ എയർ വന്നിട്ട് ഇങ്ങനെ തട്ടുമ്പോൾ ടിംബാനം വന്ന് ഇങ്ങനെ ജർക്ക് ചെയ്യണം. ടിംബാനം ഇങ്ങനെ എന്ത് ചെയ്യണം? വൈബ്രേറ്റ് ചെയ്യണം. ടിംബാനം വൈബ്രേറ്റ് ചെയ്താലാണ് മാലിയസ് വൈബ്രേറ്റ് ചെയ്യുള്ളൂ. മാലിയസ് വൈബ്രേറ്റ് ചെയ്താലാണ് ഇംഗസ് വൈബ്രേറ്റ് ചെയ്യുള്ളൂ. ഇംഗസ് വൈബ്രേറ്റ് ചെയ്താലാണ് സ്റ്റേപ്പിസ് വൈബ്രേറ്റ് ചെയ്യുള്ളൂ. കേൾക്കണ്ട? അത് വൈബ്രേറ്റ് ചെയ്താലാണ് അതാവുള്ളൂ. അപ്പൊ ഈ ടിംബാനം വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എയർ ടൈറ്റ് ആയാൽ ടിംബാനത്തിന്റെ വൈബ്രേഷൻ നടക്കില്ല. വൈബ്രേഷൻ നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുമോ അതിന്? എയർ ടൈറ്റ് ആയാൽ അങ്ങോട്ട് തള്ളി അങ്ങോട്ട് പോവില്ല. അവിടെ എയർ അവിടുന്ന് ഇങ്ങോട്ട് തള്ളിയല്ലേ. എയറിന് പോവാനൊരു വഴി വേണം അതിൻ്റെ ഉള്ളില്. കേൾക്കണ്ട? ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എയർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് തള്ളിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് നീങ്ങുവോ? ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പുസ്തകത്തിലും തപ്പണ്ട, ആലോചിച്ച് നോക്കൂ. ഇതിങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് തള്ളി പിടിച്ചേർക്കുക. അപ്പൊ ഇവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് തള്ളിയാൽ നീങ്ങുവോ? ഇല്ല. അപ്പൊ ഇവിടെ എയർ ഇങ്ങനെ ഫുള്ളായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് തള്ളിയാൽ നീങ്ങില്ല. അപ്പൊ അത് നീങ്ങാൻ വേണ്ടിയിട്ട്, അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് തള്ളിയ ഇവിടുത്തെ എയറിന് എങ്ങടേലും പോണം. അപ്പൊ ഇവിടുത്തെ എയറിന് പോകാനായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഓട്ട ഇട്ടുണ്ടെന്നാ പറയണം. ചെറിയൊരു ഓട്ട. ആ ഓട്ട എവിടേക്കാ വരണത്? അതും വരണത് ഇതാ ഇവിടേക്കാ, ഈ ഫാരിങ്സിലേക്കാ വരണത്. കണ്ടാ? വളരെ ചെറിയ ഓട്ടയേട്ടാ. കേൾക്കണ്ട? അങ്ങനെയാണ് ഈ ചെവിക്ക് തൊണ്ടയുമായിട്ടൊരു ബന്ധം വരണം. മനസ്സിലായ? ചെവിയും എന്തുമായിട്ട് ബന്ധം വരുന്നുണ്ടെന്നാ പറയണത്? കണ്ടാ? തൊണ്ടയുമായിട്ടൊരു ബന്ധം വരുന്നുണ്ട്. മനസ്സിലായ? ചെറിയൊരു ട്യൂബ്, വളരെ ചെറിയ ട്യൂബ് ഇട്ടാ എയർ മാത്രം അതിലൂടെ അങ്ങനെ സുഖമായിട്ട് പോകും. മനസ്സിലായ? എയർ മാത്രം അതിലൂടെ നന്നായിട്ട് സുഖമായിട്ട് പോകും. അപ്പൊ ആ ചെറിയ ട്യൂബിന്റെ ഉള്ളിൽ ഇപ്പൊ നിങ്ങൾ ജലദോഷം വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് മൂക്കടപ്പ് വരുന്നതിന്റെ ഒപ്പം ചിലപ്പോൾ ചെവി കേൾക്കാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നാറില്ലേ? ചിലപ്പോ ചെവിയിൽ വെള്ളം പോയാലുണ്ടാവും. അത് പുറത്തേക്ക് പോയാൽ അത് പുറത്താണ് കിടക്കുന്നത് വെള്ളം. അത് അല്ലാതെ നമ്മൾക്ക് ചിലപ്പോൾ ജലദോഷം, തലനീരിറങ്ങുക എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ട്യൂബിന്റെ ഉള്ളിൽ വെള്ളം നിറയുമ്പോഴേ, ഈ ട്യൂബിന്റെ ഉള്ളിൽ എന്ത് നിറയുന്ന പറയുന്നത്? വെള്ളം നിറയും. ഇതിന്റെ ഉള്ളിൽ വെള്ളം നിറയുമ്പോൾ നമ്മൾ ഈ ടിംബാനത്തുമ്പോൾ വന്നടിക്കുമ്പോൾ ആ ശബ്ദം ക്ലിയർ ആവില്ല എന്നാ പറയുന്നത്. അപ്പൊ നമുക്കിങ്ങനെ ഒരു എന്താ പറയുക, ഒരു മൂളിച്ച പോലെയോ എന്താ പറയാ, ഒരു ചെവി അടഞ്ഞു എന്ന് പറയും. ചെവി അടപ്പ് കിട്ടണ്ട? അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവാറുണ്ട് ചിലപ്പോ ജലദോഷമൊക്കെ വരുന്ന ആൾക്കാർക്ക്. അപ്പൊ ആ ചെവി അടഞ്ഞു എന്ന് പറയുന്ന സാധനം ഇതിന്റെ അകത്ത് വെള്ളം വീഴുമ്പോൾ ഉണ്ടാവുന്ന സംഭവം ഉണ്ടാവുക. അപ്പോ ഇതും ചെവിയുടെ ആന്തരകർണം പറയുമ്പോൾ ഈ ഭാഗം കൂടി നമ്മൾ പറയാം. ഏത് ഭാഗം? ഇന്റേണൽ ഇയറിൽ നിന്ന് ചെറിയ ഒരു ട്യൂബ്, ചെറിയ ഒരു എന്താ നാളി, ചെറിയൊരു ട്യൂബ് അഥവാ നാളി. എന്താണെന്നാ പറയുന്നത്? യൂസ്റ്റേഷ്യൻ ട്യൂബ്യൂൾ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. യൂസ്റ്റേഷ്യൻ നാളി. എന്താ പറയുന്ന പേര്? യൂസ്റ്റേഷ്യൻ നാളി എന്നാണ് അതിന്റെ പേര്. എന്താ പേര്? യൂസ്റ്റേഷ്യൻ നാളി. എന്താ പേര്? യൂസ്റ്റേഷ്യൻ നാളി. ഓക്കെ. അപ്പൊ അതിന്റെ പേരാണ് യൂസ്റ്റേഷ്യൻ നാളി. അപ്പോ ശ്രദ്ധിക്കുക, ആന്തരകർണത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാ എന്ന് പറഞ്ഞേ? അല്ല, ഓവൽ വിൻഡോ നമ്മൾ ഇതിൽ പെടുത്തുന്നില്ല കേട്ടോ. ഈ രണ്ട് വിൻഡോയും അപ്പുറത്തും ഇപ്പുറത്തും പെടും. ഈ വിൻഡോ ഇതിലും പെടും, ഈ വിൻഡോ അടുത്തേലും പെടും കേട്ടോ. അങ്ങനെയാണ് ഇവിടെ ബുക്കിൽ തന്നുള്ളത്. ഈ വിൻഡോ ഇതിൽ പെടില്ല, ഈ വിൻഡോയും പെടില്ല. അപ്പൊ ഏതൊക്കെ വരിക ഇന്റേണൽ ഇതില് ഇയറിൽ?
ഏതൊക്കെയാ പറയൂ. മാലിയസ്, ഇംഗസ്, പിന്നെ ഏതാ? യൂസ്റ്റേഷ്യൻ, സ്റ്റേപ്പിസ്, 4. ഏതൊക്കെയാ പറയാ? ആദ്യം പറയൂ, ഒന്നുകൂടി പറഞ്ഞേ. മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ്. ഏതൊക്കെയാ? മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ്. ഏതാ ഇത്? ഏതാ മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ്? അഥവാ അതിനെ നമ്മൾ ഒറ്റ വാക്കിൽ പറയും അസ്ഥി ശൃംഖല എന്നാണ്. നമ്മൾ അതിന് മറ്റൊരു വാക്കുണ്ട്, ഒറ്റ വാക്ക്, അസ്ഥി ശൃംഖല അഥവാ എന്താണ്? ഇയർ ഓസിക്കിൾസ്. ഓസിക്കിൾസ് തന്നെയല്ലേ പറയാ? എന്ന് പറയുന്ന മറ്റൊരു പേരെന്താ? അസ്ഥി ശൃംഖല അഥവാ ഇയർ ഓസിക്കിൾസ് എന്നാണ് അതിന്റെ പേര്. അതിന്റെ പേരെന്താ ഒന്ന് പറഞ്ഞേ? ഇയർ ഓസിക്കിൾസ്. അതായത് ആ 3 അസ്ഥിയും കൂട്ടിയിട്ട് നമ്മൾ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഇയർ ഓസിക്കിൾസ്. അസ്ഥി ശൃംഖല അഥവാ ഇയർ ഓസിക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇയർ ഓസിക്കിൾസ് അഥവാ അസ്ഥി ശൃംഖല എന്ന് നമ്മൾ അതിന് പറയും. ഇയർ ഓസിക്കിൾസ് അഥവാ അസ്ഥി ശൃംഖല. ഓക്കെ, അപ്പോ നോക്കാം. ഇയർ ഓസിക്കിൾസ് അഥവാ അസ്ഥി ശൃംഖല. ഒരു മിനിറ്റ്. ഇയർ ഓസിക്കിൾസ് അഥവാ അസ്ഥി ശൃംഖല എന്ന് നമ്മൾ പറയും. പേജ് നമ്പർ എത്രയാണെന്ന് പറയോ? 31. അപ്പൊ ഞാൻ ഇത് കഴിഞ്ഞ പ്രാവശ്യം പടം ഒന്നും കാണിച്ചെന്നുണ്ടായിരുന്നില്ല അല്ലേ? ഒന്നും കാണിച്ചിട്ടില്ലല്ലോ നമ്മള്. നോക്കൂ, എക്സ്റ്റേണൽ ഇയർ നമ്മൾ പറഞ്ഞത് ഇതൊക്കെയാണ്. പിന്നെ ഓഡിറ്ററി കനാൽ, പിന്നെ ഏതാ? ടിംപാനം. മിഡിൽ ഇയർ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ്. അതിനെ പറയുന്ന പേരാണ് ഇയർ ഓസിക്കിൾസ്. പിന്നെയോ അതിനെ പറയുന്ന മറ്റൊരു പേരാണെന്ത്? യൂസ്റ്റേഷ്യൻ ട്യൂബ്. ഓക്കെ, തൽക്കാലം ഇപ്പൊ അവിടെ നിൽക്കട്ടെ. നമ്മള് ഇനി അപ്പൊ അത് പറഞ്ഞു. ഇനി അടുത്തത് ഇനി ഏതിനെ കുറിച്ചാ പറയാനുള്ളത്? ഇന്നർ ഇയർ അല്ലേ? ഇന്റേണൽ ഇയർ അഥവാ ഇന്റേണൽ ഇയർ, ആന്തരകർണം എന്ന് പറയും. ആന്തരകർണത്തിൽ നമ്മളിപ്പോ കണ്ടെത്തിയത് എന്തൊക്കെയാ അതിലുള്ളത്? ഓവൽ വിൻഡോ, എൻഡോലിംഫ്, റൗണ്ട് വിൻഡോ, ഓക്കെ അല്ലേ? ഇതെല്ലാം നമ്മള് അല്ലേ എന്താണ് ഒരുമിച്ച് നമ്മൾ അന്ന് വരയ്ക്കുക ചെയ്തത്. അതായത് ഓവൽ വിൻഡോ എന്ന് പറയുന്നത് ഇതിങ്ങനെ വരും, എന്നിട്ട് ഇതിങ്ങനെ മടങ്ങി നിൽക്കും, താഴത്തേക്ക് വരുമ്പോ അത് റൗണ്ട് വിൻഡോ ആയി. ഇതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ? അപ്പൊ ഇതിൽ നിറഞ്ഞിരിക്കുന്നതാണ് എൻഡോലിംഫ് അല്ലേ? ഇത് എന്താണ്? ഓവൽ വിൻഡോ. ഇത് റൗണ്ട് വിൻഡോ. ഇതിന്റെ ഇടയിലുള്ളതാണ് ബേസിലാർ മെംബ്രെയിൻ. അതിന്റെ ഇടയിൽ ഉള്ളതാണ് ഹെയർ സെൽസ്. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് ശ്രവണനാഡി അഥവാ ഓഡിറ്ററി നെർവ്. അതെവിടേക്ക് എത്തണമെന്ന് പറഞ്ഞു നമ്മള്? അപ്പൊ ഇതില് സെറിബ്രം എന്ന് പറയുന്നത് തലച്ചോറിന്റെ ഭാഗമാണ്. അപ്പൊ അത് ഞാൻ മാച്ചു. ബാക്കി അല്ലാതെ നമുക്ക് പറയാം ഇന്റേണൽ ഇയറിന്റെ ഭാഗമാണെന്ന് പറയാം. അപ്പോ ഇന്റേണൽ ഇയറിന്റെ ഭാഗമായിട്ട് പറയുമ്പോൾ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കാം. എന്തൊക്കെ വന്നു? അത് ഓവൽ വിൻഡോ, എൻഡോലിംഫ് നിറഞ്ഞിരിക്കുന്ന കുഴൽ, അതിന്റെ അറ്റത്ത് എന്താ? റൗണ്ട് വിൻഡോ, അതിന്റെ മുകളിൽ അതിന്റെ രണ്ടിന്റെ ഇടയിൽ ബേസിലാർ മെംബ്രെയിൻ, ഹെയർ സെൽ, അതൊരു നെർവായിട്ട് പോകും. ഓക്കെ, ഇത് ഓഡിറ്ററി നെർവ്. അപ്പൊ ഞാനിത് ഇവിടെ നിങ്ങളുടെ മുൻപിൽ ഇപ്പൊ ഇത് വരച്ചു. അതിങ്ങനെ കണ്ട ഒരു കുഴല് എങ്ങനെ പറഞ്ഞു? കുഴൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരുന്നു. ഇങ്ങനെയല്ലേ മാഷ് വരച്ചിപ്പോ അല്ലേ? അത് നിങ്ങൾക്ക് അറിയാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് മാഷ് അത് അങ്ങനെ വരച്ചത്. നമ്മുടെ ഓരോരുത്തരുടെയും ചെവിയിൽ ഈ കുഴൽ ഇങ്ങനെ നീളത്തിലല്ല. പിന്നെ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുഴല് ചുരുണ്ടിരിക്കുക എന്നാ പറയണത്. എന്തുപോലെ? ഒരു കൊച്ചു
കണ്ട ഒച്ചിന്റെ തൊണ്ട് കണ്ടിട്ടുണ്ടോ? ഒച്ചിന്റെ തോട് പോലെ ചുരുണ്ടിരിക്കുകയാണ് അത്ര. ഈ ചുരുണ്ടിരിക്കുന്ന കുഴലില് 2 കുഴൽ കൂടിയിട്ട് ഇങ്ങനെ ചുരുണ്ടിരിക്കുക. അതിൻ്റെ ഉള്ളിലാണ് ഈ ബേസിലാർ മെംബ്രെയിനും ഹെയർ സെല്ലും. പിന്നെ അതിൽ നിന്നാണ് എന്ത് പോണത്? ഇതിന്റെ ഒരു ഭാഗത്തു നിന്ന് എന്ത് പോകും? നെർവ്, ഓഡിറ്ററി നെർവ് പോകും. അപ്പൊ ഇതിന്റെ ഈ ചുരുണ്ടിരിക്കുന്ന കുഴൽ ഇങ്ങനെ തുറക്കുന്ന ഈ ഭാഗമാണ് ശരിക്കും എന്താ? ഓവൽ വിൻഡോ. മനസ്സിലായില്ലേ പറഞ്ഞത്? ഈ ചുരുണ്ടിരിക്കുന്ന ഈ കുഴലിന്റെ ഒരു ഭാഗമാണ് ഓവൽ വിൻഡോ. ഈ ഓവൽ വിൻഡോ ഇങ്ങനെ ചുരുണ്ടിട്ട് അറ്റത്തെത്തുമ്പോൾ എന്താവുന്നു? അത് റൗണ്ട് വിൻഡോ ആയിട്ട് മാറുന്നു. അതിന്റെ ഇടയിലാണ് എന്താ നമ്മൾ പറഞ്ഞ ബേസിലാർ മെംബ്രെയിനും ഹെയർ സെല്ലൊക്കെ. അപ്പോ നമ്മൾ ഇത്ര നേരം പറഞ്ഞിരിക്കുന്ന ഈ വസ്തു, ഇന്റേണൽ ഇയറിന്റെ ഭാഗം അല്ലെങ്കിൽ ഇന്റേണൽ ഇയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ ഈ കാര്യം, ഇത് എങ്ങനെയിരിക്കുന്നത്? ഒരു ഒച്ചിന്റെ തൊണ്ട് പോലെ ചുരുണ്ടിരിക്കുന്നു. എങ്ങനെ ഇരിക്കുന്നു എന്നാ പറഞ്ഞത്? തൊണ്ട് പോലെ ചുരുണ്ടിരിക്കുന്നു. എങ്ങനെ ഇരിക്കുന്നു എന്നാ പറഞ്ഞത്? ഒച്ചിന്റെ തൊണ്ട് പോലെ ചുരുണ്ടിരിക്കുന്നു. കോക്ലിയ. അപ്പൊ അതിനൊരു പേര് വന്നിട്ടുണ്ട്. ഇങ്ങനെ ചുരുണ്ടിരിക്കുമ്പോ അതിനൊരു പേരുണ്ട്. കോക്ലിയ എന്നാണ് അതിന്റെ പേര്. എന്താണ് അതിന്റെ പേര്? കോക്ലിയ. കോക്ലിയ എന്ന് പറയുമ്പോ ശ്രദ്ധിക്കുക. കോക്ലിയ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഇന്റേണൽ ഇയറിൽ നമ്മൾ ഈ പറഞ്ഞ റൗണ്ട് വിൻഡോ തൊട്ടിട്ട് ഓവൽ വിൻഡോ തൊട്ട് റൗണ്ട് വിൻഡോ വരെയുള്ളതും അതിന്റെ ഇടയിലുള്ള കുഴലും അതിൻ്റെ ഉള്ളിലുള്ള എൻഡോലിംഫും പിന്നെ ബേസിലാർ മെംബ്രെയിനും ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ ചുരുണ്ടിരിക്കുമ്പോ അതിനൊരു പേര്. എന്തുട്ടാ പേര്? കോക്ലിയ. അത്രേ ഉള്ളൂ കോക്ലിയ. അല്ലാതെ കോക്ലിയ എന്ന് പറയുന്നത് വേറൊരു സാധനമല്ല. അത് മനസ്സിലായോ പറഞ്ഞത്? കോക്ലിയ എന്ന് പറഞ്ഞ വേറൊരു സാധനമല്ല. ഇതൊക്കെ കൂടി ചേർത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഈ 3 എല്ലിനെയും കൂടി ഒരുമിച്ച് നമ്മൾ പറയുന്നു ഇയർ ഓസിക്കിൾസ്. കാരണം അത് 3ഉം പ്രവർത്തിക്കുന്നതിലൂടെയാണ് വൈബ്രേഷൻ കറക്റ്റ് ആയിട്ട് നമ്മുടെ ചെവിയിലേക്ക് എത്തണത്. അപ്പൊ ഇത് ഇയർ ഓസിക്കിൾസ് എന്ന് പറയുന്നു. അതേപോലെ ഇത് ചുരുണ്ടിരിക്കുമ്പോൾ ഇതിന് മറ്റൊരു പേര്. ഇതിന്റെ പേരെന്താ? കോക്ലിയ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കും. എന്താണ് അതിന്റെ പേരെന്താ? കോക്ലിയ. അതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പോ ഇന്റേണൽ ഇയർ മൊത്തത്തിലൊന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇന്റേണൽ ഇയർ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കോക്ലിയ. കോക്ലിയ അല്ലേ ഇന്റേണൽ ഇയർ എന്ന് പറയുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പോരാ. ഇന്റേണൽ ഇയറിൽ ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം കൂടി ഉണ്ട്. അത് നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ഇന്ന് അതിലേക്കാണ് നമ്മൾ കിടക്കാൻ പോണത്. അപ്പൊ അതിലേക്ക് കിടക്കണതിന് മുൻപ് ഇത്ര നേരം നമ്മൾ പറഞ്ഞത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്നിട്ട് അതിലേക്ക് കിടന്നാ പോരെ? ഓക്കെ. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് നമ്മൾ പോവാണ് വീണ്ടും. ഞാൻ ഇവിടെ ഇംഗ്ലീഷ് ബുക്കാണ് നിർത്തുന്നത് കേട്ടോ. മലയാളികൾ മലയാളം ബുക്ക് നോക്കിക്കൊള്ളില്ലേ? ഓക്കെ. Ear. You have studied that auditory receptors are present in ear. നമ്മൾ ആ ഭാഗമൊന്നും പറഞ്ഞില്ല, ലാസ്റ്റ് പറയാന്നാ പറഞ്ഞത്. ഓഡിറ്ററി റിസെപ്റ്റർ എന്നാണ് ചെവിയുടെ റിസെപ്റ്ററിനെ നമ്മൾ വിളിക്കുന്ന പേര് കേട്ടാ. അപ്പോ നോട്ട് ഓൺലി ഹെൽപ്സ് ഇൻ ഹിയറിംഗ് ബട്ട് ഓൾസോ മെയിൻറ്റെയിനിങ് ദ ബാലൻസ് ഓഫ് ബോഡി. അതാണ് ആ ഭാഗമാണ് നമുക്ക് പറയാനുള്ള ഒരു ഭാഗം, പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞില്ലേ അത്. അപ്പൊ ഇയറിൽ എന്തൊക്കെ കാണുന്നു? യു ഹാവ് സ്റ്റഡീഡ്. നോക്കൂ, ഈ നേരത്ത് നോക്ക്, അപ്പൊ പറയാൻ നിന്ന് അതിന് നേരം നോക്ക്. പിന്നെ കണ്ട എന്താ ചെയ്യണത്? ക്യാരി സൗണ്ട് വേവ്സ് ടു ഓഡിറ്ററി കനാൽ. അപ്പൊ ഇത് സെപ്പറേറ്റ് വരയ്ക്കണം കേട്ടോ. ഒന്ന് ഇത് അന്ന് ഒരുമിച്ച് വരച്ചില്ലേ നിങ്ങള്? എല്ലാം കൂടി ഒരുമിച്ച് വരയ്ക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ബുക്കിലുള്ള പ്രകാരം ഒന്ന് സെപ്പറേറ്റ് ഒന്ന് വരച്ചോളൂ കേട്ടാ. ഈ പറയുന്ന ഗ്ലാൻസ് ഒക്കെ ഒന്ന് കാട്ടിയിട്ടേ കേട്ടാ. അതില് ഓഡിറ്ററി കനാൽ, ഓഡിറ്ററി കനാലിന്റെ
അത് എന്ന് പറയുന്നുണ്ട് ക്യാരി സൗണ്ട് വേവ്സ് ടു ദ ടിംബാനം, സ്മോൾ ഹെയർസ് ആൻഡ് വാക്സ്. ഓഡിറ്ററി കനാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓഡിറ്ററി കനാൽ അങ്ങനെ വെറുതെ ഒഴിഞ്ഞു കിടക്കുന്ന കനാലല്ല. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്? സ്മോൾ ഹെയർസ് ഉണ്ട്, ചെറിയ രോമങ്ങള്, അതുപോലെ വാക്സ് ഉണ്ട് അല്ലേ? ചെവിയുടെ ഉള്ളിൽ വാക്സ് ഉണ്ട്, അറിയാലോ എല്ലാവർക്കും. ദ കനാൽ ഹെൽപ്പ് ടു പ്രിവെന്റ് ഡസ്റ്റ് ആൻഡ് ഫോറിൻ പാർട്ടിക്കിൾസ് ഫ്രം എൻറ്ററിങ്. അപ്പൊ എന്തിനാ ഈ വാക്സ്? ചില ആൾക്കാർ അമിത വൃത്തിയുടെ ആൾക്കാരുണ്ട്, എപ്പോ നോക്കിയാലും ചെവി തുടയ്ക്കും, എന്നിട്ട് ചെവിയുടെ ഉള്ളിലുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ ക്ലീൻ ആക്കുക. അത് വല്ലാണ്ട് ചെയ്താലും ദോഷമാണത്. കാരണം ചില വാക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെവിയിലൊക്കെ എന്തേലൊക്കെ പോയാൽ അതിന് പിടിച്ചു നിർത്തുന്നത് വാക്സ് ആണ് അല്ലേ? ചെവിയുടെ ഉള്ളിൽ പ്രാണിയൊക്കെ പോയിട്ടുണ്ട്. അതിങ്ങൾക്ക് പ്രാണിയൊക്കെ പോയിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് രാത്രിയൊക്കെ കിടന്നുറങ്ങുമ്പോ? ചെവിയുടെ ഉള്ളിൽ പ്രാണി പോവാത്ത ആൾക്കാരുണ്ടാവില്ല, പോയിണ്ടാവും മിക്കവാറും. അപ്പോ ഈ പ്രാണി പോയി കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് ഒരു കരകര കേൾക്കാം അല്ലേ? പിന്നെ കുറച്ച് ദിവസത്തേക്ക് നമുക്കൊരു കുറച്ചു നേരത്തേക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോ അത് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രാണീനെ കൊണ്ടൊരു ശല്യവും നമുക്ക് ഉണ്ടാവില്ല. ഒരു 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നമൊക്കെ തീർന്നു. ഈ പ്രാണി എവിടെ പോയി? പ്രാണി തിരിച്ചു പോണത് നമ്മൾ കണ്ടാ? മിക്കവാറും പ്രാണികളൊക്കെ അവിടെ പോയിട്ട് അത് വാക്സ് ആയിട്ട് മാറിയിട്ടുണ്ടാവും ചെവിയുടെ ഉള്ളിൽ കേട്ടാ. അതാണ് പല പ്രാണികൾക്ക് സംഭവിക്കാറ്. അപൂർവമല്ല പ്രാണികളെയും നമ്മൾ ഉപ്പുവെള്ളമൊക്കെ ഒഴിച്ചിട്ട്, ചില ആൾക്കാർ ഉപ്പുവെള്ളമൊക്കെ ഒഴിക്കും, കണ്ടിട്ടില്ലേ? ചെവിയിൽ ഉപ്പ് കലക്കിയിട്ടുള്ള വെള്ളം ഒഴിക്കും. അപ്പൊ ഉപ്പ് കലക്കിയ വെള്ളം ഒഴിക്കാൻ പറയുന്നത് അതിനിട്ട് ഡെൻസിറ്റി കൂടുതലാ. അപ്പൊ പ്രാണിയൊക്കെ ഉണ്ടെങ്കിൽ പൊന്തി വരും, അതിന് വേണ്ടിയിട്ടാ. ചാവുകടൽ പഠിച്ചിട്ടില്ലേ നമ്മൾ പണ്ട്? ചാവുകടൽ ചെന്ന് കിടന്നാലും ആൾക്കാർ താന്നു പോവില്ല. അതേപോലെ ഒരു ചാവുകടൽ നമ്മൾ ഉപ്പ് നമ്മുടെ ചെവിയുടെ ഉള്ളിൽ ഉണ്ടാക്കുകയാണ്. അപ്പൊ പ്രാണിയൊക്കെ ഉണ്ട് പൊന്തി വരും. ചില ആൾക്കാർ, പണ്ടത്തെ ആൾക്കാർ എണ്ണയൊക്കെ ചൂടാക്കിയിട്ട് ഒഴിക്കും. ചെവി ഇങ്ങനെ ഞാൻ പ്രാണീനെ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടേ എണ്ണ ഇങ്ങോട്ട് ചൂടാക്കിയിട്ട് ഒറ്റ ഒഴിക്കില്ല, പ്രാണി ചാവൂലോ. അതിന്റെ കൂടെ ചിലപ്പോ ചെവിയുടെ ആപ്പീസും പൂട്ടുണ്ടാ. അതൊന്നും ഒഴിക്കരുത് എന്നൊക്കെയാ പറയണത് ഇപ്പോഴത്തെ ആൾക്കാര്. എന്തായാലും ആവട്ടെ, നിങ്ങളുടെ വീട്ടിൽ ചെയ്യാറുണ്ട് അങ്ങനെ? ചില വീടുകളിലൊക്കെ ഇപ്പോഴും ഉണ്ട് അത്. അതിങ്ങനെ ചെറുതായിട്ട് ചൂടാക്കി എണ്ണ ഇങ്ങനെ ഒഴിക്കുമ്പോ, ചെവിരിക്ക് ഒഴിക്കുമ്പോ, ഞാനൊക്കെ ഇഷ്ടം പോലെ ഒഴിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക രസമാണത്. നമ്മുടെ മനസ്സിലേക്ക് പ്രാണി ഇങ്ങനെ കിടന്നിങ്ങനെ ഉരുകുണ്ടാവും. ആ ചിന്തയും കൂടി വരുമ്പോ അന്ന് നന്നായി ഉറക്കം കിട്ടും. നോക്കാം. അപ്പൊ ഓഡിറ്ററി കനാലിലെ വാക്സ് ഉണ്ട്, പിന്നെ ചെറിയ ഹെയറുകൾ ഉണ്ട്. ഡസ്റ്റിനെയും ഫോറിൻ പാർട്ടിക്കിൾസിനെയും പ്രിവെന്റ് ചെയ്യാനാണ്, തടയാനാണ്. പിന്നെ ടിംബാനം. എന്താ ടിംബാനം? എ തിൻ സർക്കുലർ മെംബ്രെയിൻ, വൃത്താകൃതിയിലുള്ള ഒരു ചെറിയ ഒരു പ്രതലമാണ് ടിംബാനം. ദാറ്റ് സെപ്പറേറ്റ് ദ മിഡിൽ ഇയർ ഫ്രം എക്സ്റ്റേണൽ ഇയർ. മിഡിൽ ഇയറിനെ എക്സ്റ്റേണൽ ഇയറുമായിട്ട് വേർതിരിക്കുന്നത് അതാണ്. അപ്പൊ അതൊക്കെ ചോദ്യങ്ങളാട്ടാ. ഇറ്റ് വൈബ്രേറ്റ് ഇൻ റിസോണൻസ് വിത്ത് സൗണ്ട് വേവ്സ്. ഇത് സൗണ്ട് വേവ്സിനനുസരിച്ച് റിസോണൻസ് ഉണ്ടാക്കുന്നു. എന്താ റിസോണൻസ്? നിങ്ങൾ ഒരു ഒഴിഞ്ഞ് ആൾക്കാരൊന്നും താമസിക്കാത്ത ഒരു വീട്ടിൽ പോയിട്ട്, പുതിയ വീടുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് സംസാരിക്കുമ്പോൾ കേട്ടിട്ടുണ്ടാ ശബ്ദം എന്ത് ചെയ്യും? നമ്മുടെ ശബ്ദം കിടന്നിങ്ങനെ മുഴങ്ങും. എക്കോ അല്ലാതെ, എക്കോ അല്ല. എക്കോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശബ്ദം അതേപോലെ ക്ലിയർ ആയി കേൾക്കുമ്പോഴാണ് അത്ര എക്കോ എന്ന് പറയാ. ഇതങ്ങനെയല്ല, ഇതൊരു മുഴങ്ങനാണ്. കിടന്നിങ്ങനെ ഉരുളും ശബ്ദം കിടന്നിട്ട്. അതിനെയാണ് നമ്മൾ പറയാ റിസോണൻസ് എന്ന് പറയും. അതായത് ആ ശബ്ദം ഇങ്ങനെ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണത്. അതൊരു ചെവിക്കൊരു ഹെൽപ്പാണത്. ശബ്ദം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ തട്ടി 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 നേരെ ഇങ്ങോട്ട് പോവാണത് അല്ലെ? കൊമ്പ് വിളിക്കുന്ന ആൾക്കാർ പൂരത്തിന്, ഈ ചെണ്ടമേളക്കാരുടെ കൂടെ കൊമ്പ് വിളിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട? കൊമ്പ് കണ്ടിട്ട? ആ ഇങ്ങനെ വളഞ്ഞിട്ടാണ് ആ സാധനം, കണ്ട? ഇങ്ങനെ വളഞ്ഞിട്ടാണ് ആ സാധനം. എന്തിനാ ഈ വളവ്? അതിന് നേരെയാക്കിയാ പോരെ, നാദസ്വരം പോലെ. നേരെയാക്കിയാൽ അതിന്റെ ശബ്ദം മാറും. ഈ വളവുള്ള കാരണം കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദം ഒരു പിരി 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 എന്ന് പറഞ്ഞൊരു ശബ്ദമാണ് വരിക. കേട്ടിട്ടുണ്ടാ? അതാണ് റിസോണൻസ് എന്ന് പറയുന്നത്. സൗണ്ട് വേവ്സിന് ഉണ്ടാകുന്ന എന്താ പറയാ, അനുരണനം എന്നാണ് മലയാളത്തിൽ തോന്നുന്നു. മലയാളത്തിലെ അനുരണനം തന്നെയാണോ മക്കളെ, മലയാളികളെ? അനുരണനം അങ്ങനെ ഉണ്ടാ? ഞാൻ മലയാളം ബുക്ക് എടുത്ത് നിർത്തി വെക്കാൻ നല്ലത്. മലയാളികൾ ആരുമില്ലേ? ഗോപികല്ലേ? ഗോപികയാണ് ആകെ മിണ്ടണ ഒരാള്. ഗോപിക ഇരുന്ന് ഉറങ്ങാണോ? എന്നിട്ട് എന്താ മാഷ് ചോദിച്ചതിനൊന്നും ഉത്തരം പറയാത്തത്?
അതിലിപ്പോ ആ വാക്ക് കൊടുത്തിട്ടുണ്ട്, ആ വാക്ക് ശ്രദ്ധിച്ചോളൂ. അത് നമ്മൾ ചെറിയ ചെറിയ വാക്കുകളാണ് ഇതില് പെശകുണ്ടാക്കുക. നമ്മളിതൊക്കെ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പദങ്ങളുടെ ടേംസിന്റെ ആ ടേംസ് നമുക്ക് കിട്ടണം. ഓരോന്നിനും ഓരോ പ്രത്യേക ടേംസ് ഉണ്ട്. അപ്പൊ അതിന് മലയാളത്തിൽ എന്താ കണ്ടാ, ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം തന്നെയാണ് ഇവിടെ കൊടുത്തത്. അനുരണനം എന്ന് കൊടുത്തിട്ടില്ല, കമ്പനം കേട്ടാ. അപ്പോ ശ്രദ്ധിക്കാം. ഫങ്ഷൻ ഓഫ് പിന്ന, അപ്പൊ അതിന് കമ്പനം എന്നാ കൊടുത്തുള്ളൂ കേട്ടോ. അപ്പൊ കമ്പനം തന്നെ പഠിച്ചാൽ മതി. ഇമ്പോർട്ടൻസ് ഓഫ് ഓഡിറ്ററി കനാൽ, അത് ഓക്കെ. ഇൻഡിക്കേറ്റേഴ്സ് നോക്കുക. ഇനി അടുത്ത നോക്കി, അനലൈസ് ദ മിഡിൽ ഇയർ. എന്തുവാ അതില്? ഇൻക്ലൂഡിങ് ദ പാർട്സ് ഓഫ് മിഡിൽ ഇയർ ആൻഡ് ദെയർ ഫങ്ഷൻ. അതില് എന്തൊക്കെ വരുന്നുണ്ട്? മാലിയസ് ഇംഗസ് ടേപ്പസ്, അതിനെ ഇയർ ഓസിക്കിൾസ് എന്നാ വിളിക്കുന്നത്. അതിന്റെ പർപ്പസ് എന്ന് വെച്ചാൽ ആംപ്ലിഫൈ ദ ട്രാൻസ്മിറ്റ് ആൻഡ് ട്രാൻസ്മിറ്റ് ദ വൈബ്രേഷൻ. കേട്ടാ, അതിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് ഇതാണ്, ആംപ്ലിഫൈ. എന്തിനാ? 3 അസ്ഥികൾ. ഒരസ്ഥി വെച്ചാൽ പോരെ. ഒരസ്ഥി വെച്ചാൽ ആംപ്ലിഫിക്കേഷൻ നടക്കില്ല എന്നാ പറഞ്ഞത്. എന്താ ആംപ്ലിഫിക്കേഷൻ? ആംപ്ലിഫയർ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ആംപ്ലിഫയർ എന്തുട്ട സാധനം? എന്താ സാധനം? ഇപ്പൊ നമ്മളൊരു മൈക്രോഫോണിലൂടെ സംസാരിക്കുമ്പോൾ മൈക്കിലൂടെ നല്ല ഉറക്കെ നമ്മുടെ ശബ്ദം ഇങ്ങനെ വരും പുറത്തേക്ക്. അതിന് ഈ മൈക്രോഫോണും മൈക്കിനും ഇടയിൽ ഒരു ചെറിയ പെട്ടി ഉണ്ടാവും, കണ്ടിട്ടുണ്ടാവും? മൈക്ക് സെറ്റേരുടെ കയ്യിൽ വെച്ചിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും? അവർ ഈ മൈക്ക് കൊണ്ടുവന്നിട്ട് ആ ചെറിയ പെട്ടിയും കൊണ്ടുപോയിട്ടാ കുത്തുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറൊരു വയറെടുത്തിട്ട് എന്ത് ചെയ്യും? സ്പീക്കറുമ കുത്തും. അപ്പൊ ഈ ചെറിയ പെട്ടിയാണ് അവിടെ ശബ്ദത്തിന് വലുതാക്കണത്. ആ ചെറിയ പെട്ടീനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിഫയർ. അതേപോലെ ശബ്ദത്തിന് അവിടെ ശബ്ദത്തിന്റെ നമ്മൾ പറയാ അതിന്റെ തരംഗം, ശബ്ദം തരംഗ രൂപത്തിലാണ് സഞ്ചരിക്കുക. ആ തരംഗത്തിനൊരു ആയതി ഉണ്ട്. ആയതി അഥവാ എന്താ പറയാ, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ശബ്ദത ഇങ്ങനെയാണ് സഞ്ചരിക്കുക. ഞാൻ ഇവിടെ ബോർഡുമ കാണിക്കാം, നോക്കുക. ശബ്ദം സഞ്ചരിക്കുന്നത് ഇതാ ഇവിടെ നോക്കൂ. ശബ്ദം ഇങ്ങനെ തരംഗങ്ങളായിട്ട് സഞ്ചരിക്കുക, വേവ്സ്. ഈ വേവ്സ് കണ്ട നടുക്ക് കൂടെ ഒരു വര വരച്ചാൽ ഇതിനെ പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ഈ ഉയരത്തിനെ പറയുന്ന പേരാണത് ആംപ്ലിറ്റ്യൂഡ് അഥവാ ആയതി എന്ന് പറയും. ഇത് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഈ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ ആംപ്ലിഫയറിന്റെ ഉള്ളിലൂടെ കടത്തിവിടുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പൊ മൈക്രോഫോണിലൂടെ നമ്മൾ സംസാരിച്ചു. മൈക്രോഫോണിലൂടെ നമ്മൾ സംസാരിച്ചിട്ട് ആ ശബ്ദം മൈക്രോഫോൺ ആംപ്ലിഫയറിലൂടെ കടന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യും? സ്പീക്കറിലൂടെ അല്ലെ, സ്പീക്കറിലൂടെ അത് പുറത്തേക്ക് വരികയാണ്. അപ്പൊ പുറത്തേക്ക് വരുമ്പോ നോക്കട്ടാ, ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ഇതാണെങ്കിൽ ഇവിടെ എത്തുമ്പോ ആ ആംപ്ലിറ്റ്യൂഡ് ഇതാവും. കണ്ടാ, അതാണ് ആംപ്ലിഫിക്കേഷൻ. കണ്ടാ, ഈ ചെറിയ ആംപ്ലിറ്റ്യൂഡിനെ വലുതാക്കുന്ന ആളാണ് ഇത് ആംപ്ലിഫയർ. ആംപ്ലിറ്റ്യൂഡ് ആംപ്ലിഫിക്കേഷൻ ചെയ്യാന്ന് പറയുന്നുണ്ട്. ആംപ്ലിഫിക്കേഷൻ മനസ്സിലാവണ്ട ഞാൻ പറയണത്? അങ്ങനെ ആംപ്ലിഫൈ ചെയ്യുന്ന പണിയാണ് ആരുടെ പണി? ഇയർ ഓസിക്കിൾസിന്റെ പണി. എന്താ ഇയർ ഓസിക്കിൾസ് എങ്ങനെയാ ആംപ്ലിഫൈ ചെയ്യണത്? ഇയർ ഓസിക്കിൾസിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാലിയസ് എന്ന് പറയുന്നത് ചെറിയൊരു അസ്ഥി അല്ലെ, അതിനെക്കാട്ടി ചെറുതാണോ വലുതാണോ ഇംഗസ്? ചെറുത്. അപ്പൊ സ്റ്റേപ്പിസോ അതിനേക്കാൾ ചെറുത്. അത് ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക് അല്ലെ? നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിൽ തന്നെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയേതാ? സ്റ്റേപ്പിസ് എന്നാണ്. അപ്പൊ ഇത് വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് ഇതിന്റെ അറേഞ്ച്മെന്റ്. വലുതിൽ നിന്ന് എന്തിനാ ചെറുതിലേക്ക് ഇത് അറേഞ്ച് ചെയ്തെടുക്കണം ചോദിച്ചാൽ, അങ്ങനെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് അറേഞ്ച് ചെയ്താലാണ് അതിന്റെ വർക്കിംഗ്. അതായത് വലുത് ചെറുതായിട്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിനേക്കാൾ ചെറുത് അതിനെക്കാട്ടി നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യുന്നതിനെക്കാട്ടും ഭയങ്കരമായിട്ട് ആര് വൈബ്രേറ്റ് ചെയ്യും? അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന അതിനേക്കാൾ ചെറുത് വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ ഈ വൈബ്രേഷൻ കൂടുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് കൂടും. അങ്ങനെയാണ് ആംപ്ലിഫിക്കേഷൻ നടക്കണം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് പറയണത്? നമ്മൾ ഈ ബയോളജിയുടെ കൂടെ ഒപ്പം നമ്മൾ കുറച്ച് ഫിസിക്സ് പറയുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ലല്ലോ. ഇത് നമുക്ക് ഫിസിക്സിൽ ആവശ്യമുള്ളതാ ആംപ്ലിഫിക്കേഷൻ. ഉണ്ടാ ടിംപാനൻ ടു ഇന്റേണൽ ഇയർ. ഇനി ഇവിടെ യൂസ്റ്റേഷ്യൻ ട്യൂബ്, ഇത് കണക്ട് മിഡിൽ ഇയർ ആൻഡ് ഫാരിങ്സ്. ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നേരത്തെ. ഏതാ ഫാരിങ്സ്? ഫാരിങ്സ് മലയാളത്തിൽ എന്താ പറയാ ഫാരിങ്സിനെ? ഗ്രസനി. അതിന് വെരി ഗുഡ്. ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ്
യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്നത്. പ്രൊട്ടക്ട് ടിംബാനം ബൈ ബാലൻസിങ് പ്രഷർ ഓഫ് ഐദർ സൈഡ് ഓഫ് ടിംബാനം. അതായത് ടിംബാനത്തിന്റെ രണ്ട് ഭാഗത്തും ഒരേ പ്രഷർ ഉണ്ടായാലാണ് ടിംബാനത്തിന് നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ പ്രഷർ ഒരേപോലെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് യൂസ്റ്റേഷ്യൻ ട്യൂബുകൾ അവിടെ കൊടുത്തിട്ടുള്ളത്. യൂസ്റ്റേഷ്യൻ ട്യൂബുകൾ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? മധ്യകർണത്തിൽ പ്രഷർ കൂടും, പുറത്ത് പ്രഷർ കുറയും. ടിംബാനത്തിന്റെ വർക്കിംഗ് ചൊവ്വാവില്ല. ഓക്കെ, ഞാൻ പറയണത് മനസ്സിലാവുണ്ടല്ലോ അല്ലെ? ഇനി ഇന്റേണൽ ഇയറിലെ ഹൗ ഹിയറിംഗ് പോസിബിൾ, അതിലേക്കാണ് നമ്മൾ വരണത് കേട്ടാ. എവിടെ വരണത്? ഈ ഭാഗം ഓവൽ വിൻഡോ, മെംബ്രെയിൻ സീൻ അറ്റാച്ച്ഡ് ടു ദ സ്റ്റേപ്സ്. സ്റ്റേപ്പ് കണ്ട, സ്റ്റേപ്പീസിനോട് ബന്ധിപ്പിച്ചുള്ളതാണ് ഓവൽ വിൻഡോ. കണ്ട, സ്പ്രെഡ് ദ വൈബ്രേഷൻ ഓഫ് ഇയർ ഓസിക്കിൾ ടു ദ ഇന്നർ ഇയർ. ഇയർ ഓസിക്കിൾസ് അഥവാ മാലിയസ് ഇൻകസ്റ്റേപ്പീസ് ഉണ്ടാകുന്ന വൈബ്രേഷൻ ഓവൽ വിൻഡോയ്ക്ക് കൈമാറുന്നു. ആ ഓവൽ വിൻഡോ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അപ്പർ ചേംബർ, അതിന്റെ മുകൾ ഭാഗത്തുള്ള ഇതിന്റെ ഉള്ളിൽ ഒരു ദ്രാവകം ഉണ്ട്. ആ ദ്രാവകത്തിന്റെ പേരാണ് എന്ത്? ആ ദ്രാവകത്തിന്റെ പേര് ഇവിടെ എവിടെയും കൊടുത്തിട്ടുണ്ടാവും. എന്തുട്ടാ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? എന്തുട്ടാ? എൻഡോലിംഫ് എന്നാണ് അതിന്റെ പേര്. അതിന്റെ ആ പേര് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ വേറെ പറയുന്നുണ്ട്, അത് വേറെ ഭാഗത്ത് പറയുന്നുണ്ട്, നമുക്കപ്പോൾ പറയാം. തൽക്കാലം അതിൽ നിങ്ങൾ മനസ്സിലാക്കുക, അതിൽ എന്തുണ്ട്? എൻഡോലിംഫ് ഉണ്ട് കേട്ടോ. എൻഡോലിംഫാണ്. അപ്പൊ ആ എൻഡോലിംഫ് വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻ നേരെ അടിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ എന്താ? റൗണ്ട് വിൻഡോ ഹെൽപ്സ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് ഫ്ലൂയിഡ് ഇൻസൈഡ് കോഗ്ലിയ. കോഗ്ലിയയുടെ അകത്തുള്ള മൂവ്മെന്റ് എന്താ? വൈബ്രേറ്റ് ചെയ്യുക. ആ ഫ്ലൂയിഡിന്റെ പേരാണ് എൻഡോലിംഫ്. അത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ റൗണ്ട് വിൻഡോ വൈബ്രേറ്റ് ചെയ്യും കേട്ടാ. റൗണ്ട് വിൻഡോ അവിടെ വൈബ്രേഷൻ നടക്കണം, എന്നാലാണ് ആ ലിക്വിഡ് കിടന്നിങ്ങനെ പറയില്ലേ നമ്മൾ, വെള്ളം കിടന്നിങ്ങനെ ഓളം വിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിങ്ങനെ ഉറച്ചു നിൽക്കും അവിടെ. അപ്പോൾ അതിന്റെ ഇടയിലുള്ള മിഡിൽ ചേംബർ കണ്ട, ഇടയിലൊരു റൂമുണ്ട്. അതെന്താ? അതിനെ കുറിച്ചിട്ട് അപ്പുറത്ത് പറയുന്നുണ്ട്. അത് നമുക്ക് വായിക്കാം. എന്താണ്? കോഗ്ലിയ ഈസ് കോയിൽഡ് ട്യൂബ് ലൈക്ക് സ്നെയിൽ ഷെല്ല് പോലെ കോഗ്ലിയ കോയിൽഡ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് 3 ചേമ്പേഴ്സ്, 3 ചേമ്പേഴ്സ് ഉണ്ട്. സ്പെഷ്യലൈസ്ഡ് സെൻസറി എയർ സെൽസ് ഇൻ which are present in the basilar membrane that separate the middle and lower chambers. മിഡിൽ ആൻഡ് ലോവർ ചേമ്പേഴ്സ്, മുകളിലുള്ള ചേമ്പർ ഇത് അപ്പർ ചേമ്പർ, ഇത് ലോവർ ചേമ്പർ, ഇതിന്റെ ഇടയിലുള്ളതാണ് മിഡിൽ ചേമ്പർ. അതിന്റെ ഇടയിൽ മാഷ് ബോർഡുമ്പോൾ വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു ബേസിലാർ മെംബ്രെയിൻ. ഓർമ്മല്ലേ? മറന്നിട്ടില്ലല്ലോ? ആ ബേസിലാർ മിഡിൽ ചേമ്പറിലുള്ള ബേസിലാർ മെംബ്രെയിൻ അവരിവിടെ ചെറുതായിട്ടൊന്ന് വരച്ചിട്ടുണ്ട്, നോക്കുക. അങ്ങനെ ബേസിലാർ മെംബ്രെയിൻ, അതിൽ സെൻസറി ഹെയർ സെൽ വിച്ച് ആർ പ്രസന്റ് ഇൻ ബേസിലാർ, അതിലാണ് ഹെയർ സെൽ ഉള്ളത്. ദാറ്റ് ഇസ് സെപ്പറേറ്റ്. അപ്പോൾ ഈ ബേസിലാർ മെംബ്രെയിൻ എന്ന് പറയുന്നത് മിഡിൽ ചേമ്പറിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് എന്തായിട്ട് വർക്ക് ചെയ്യുന്നു? ഫംഗ്ഷൻ ആസ് ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. അതാണ് ഇവിടുത്തെ ഓഡിറ്ററി റിസപ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യണത്. ദ ബേസിലാർ മെംബ്രെയിൻ ആൻഡ് സെൻസറി ഹെയർ സെൽ ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് ഓർഗൻ ഓഫ് കോർട്ടി. കണ്ട, ഇതിനൊരു പേരുണ്ട് കേട്ടോ, പ്രത്യേകം പേരുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല നേരത്തെ. എന്താ ഇതിന്റെ പേര്? ഓർഗൻ ഓഫ് കോർട്ടി. എന്താ ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറഞ്ഞപ്പോ എന്താ സാധനം? ബേസിലാർ മെംബ്രെയിനും സെൻസറി ഹെയർ സെല്ലും ഒക്കെ ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർഗൻ ഓഫ് കോർട്ടി. അതായത് ഈ സാധനത്തിന് ഈ നടുവിലെ ചേമ്പർ ഉണ്ടല്ലോ, നടുക്കിലെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ നടുക്കിലെ ഗ്യാപ്പിൽ കാണുന്ന സാധനങ്ങൾ ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർഗൻ ഓഫ് കോർട്ടി. എന്തായാലും വിളിക്കുന്ന പേര് ഓർഗൻ ഓഫ് കോർട്ടി. അതന്നെ, ഓർഗൻ ഓഫ് കോർട്ടി. അതിൽ സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, ഓർഗൻ ഓഫ് കോർട്ടി. അപ്പോ ദ ബേസിലാർ മറക്കരുത്. അപ്പോ ഓർഗൻ ഓഫ് കോർട്ടി നമ്മൾ നേരത്തെ ഇയർ ഓസിക്കിൾസ് പറഞ്ഞ പോലെ, കോഗ്ലിയ എന്ന് പറഞ്ഞതുപോലെ, ഇവിടെ ഇതാ പുതിയൊരു വാക്ക്, 2 സാധനങ്ങളെ ഒരുമിച്ചാക്കിയിട്ട് ഒറ്റ പേരിട്ട് കൊടുത്തെടുക്കുക. ഏതൊക്കെ 2 സാധനങ്ങൾ? ബേസിലാർ മെംബ്രെയിനും ഹെയർ സെല്ലും. അത് രണ്ടും എന്താണ് അതിന്റെ ഉപയോഗം? ദേ ആർ വർക്കിംഗ് ആസ് ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. എന്തായിട്ടാണ് വർക്ക് ചെയ്യണത്? ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആൻഡ് ടുഗദർ ദേ ആർ നോൺ ആസ്, ഒരുമിച്ച് അവരെ നമ്മൾ വിളിക്കുന്നു എന്ന് വിളിക്കുന്നു ഓർഗൻ ഓഫ് കോർട്ടി. മറക്കരുത് കേട്ടാ. നോക്കിയേ, ഞാൻ എന്തായാലും ഈ ചാപ്റ്റർ കഴിയുമ്പോ നിങ്ങൾ പഠിക്കണം കേട്ടാ. ടെക്സ്റ്റ് ബുക്ക് നോക്കി നന്നായി ഒന്ന് പഠിക്കണം കേട്ടാ. ഞാൻ ഇന്നൊരു ടെസ്റ്റ് പേപ്പർ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്ന ചോദിക്കുന്ന പറഞ്ഞേ?
പക്ഷെ ചോദിച്ചിട്ട് ആരൊന്നും മിണ്ടിയില്ലല്ലോ. ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ തന്നെ മിണ്ടിയില്ല. നമ്മുടെ മരിയ ജോണി ഒന്നും മിണ്ടിയില്ല. ടെസ്റ്റ് പേപ്പറിന് അടിക്കാൻ നമുക്ക്, അത് നല്ലത്. ലാസ്റ്റ് ഇത് ഒരുമിച്ച് നമുക്കൊരു പേപ്പർ എഴുതണം കേട്ടാ, എന്നാലേ ശരിയാവുള്ളൂ. ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. നിങ്ങൾ പഠിക്കണ്ടാവല്ലോരും. നമ്മൾ ശരിക്കും ട്യൂഷൻ ക്ലാസ്സിലൊക്കെ വന്ന് രണ്ടെണ്ണം ഒക്കെ തന്നിട്ട് വേണം പഠിക്കാനൊക്കെ ആയിട്ട്. അപ്പോഴൊരു ഉഷാറ് വരുള്ളൂ. ഇതിപ്പോ ഒരു ഉഷാറില്ല. നോക്കട്ടാ, പറഞ്ഞു പഠിച്ചോളോ. നിങ്ങൾ ചോദിക്കുന്നില്ല എന്ന് കരുതിയിട്ട് പഠിക്കാതിരിക്കരുത്. അപ്പോ ഇതേ ലാസ്റ്റിലേക്ക് നമ്മൾ പോവാണ് കേട്ടാ. The sound waves highly pass through the external ear, vibrate tympanum. The vibration of tympanum transmitted to ear ossicles, which causes vibration of membrane in oval window. അപ്പൊ ആ പ്രവർത്തനം കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. The vibration of അപ്പോ sound waves passes through external ear, vibrate tympanum. Tympanum vibrate to ear ossicles, that causes vibration of membrane in the oval window. അതിന്റെ ഫലമായിട്ട് ഓവൽ വിൻഡോ എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നു, കമ്പനം ചെയ്യുന്നു. ദിസ് വൈബ്രേഷൻ ഫർദർ കോസസ് മൂവ്മെന്റ് ഓഫ് ഫ്ലൂയിഡ് ഇൻസൈഡ് കോഗ്ലിയ. കോഗ്ലിയയുടെ അകത്തുള്ള ഫ്ലൂയിഡിൽ എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നു. ആ ഫ്ലൂയിഡ് ഏതാ? എൻഡോലിംഫ്. ഓക്കെ, അപ്പൊ ആ ഫ്ലൂയിഡ് വൈബ്രേറ്റ് ചെയ്യുന്നു. ഇനി as a result, sensory hair cell of organ of corti of coglia are stimulated. അതിന്റെ ഫലമായിട്ട് organ of corti ഇലെ സെൻസറി ഹെയർ സെൽസ്, ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറഞ്ഞാൽ ബേസിലാർ മെംബ്രെയിനെയും ഹെയർ സെല്ലിനെയും ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർഗൻ ഓഫ് കോർട്ടി. അത് സെൻസറി ഓർഗനാണ്. ചെവിയുടെ സെൻസറി ഓർഗൻ ഏതാന്ന് ചോദിച്ചാൽ, സെൻസ് ഓർഗൻ ഏതാന്ന് ചോദിച്ചാൽ അത് ബേസിലാർ മെംബ്രെയിൻ ആണ്. ഓക്കെ, കേൾവിനെ സഹായിക്കുന്നത്. അപ്പോ ഇവിടെ then organ of corti, then these impulses reach cerebrum through the auditory nerve and hearing affected. ഈ ഇമ്പൾസസ് സെറിബ്രത്തിലൂടെ സെറിബ്രത്തിലേക്ക് എത്തുന്നു, ഓഡിറ്ററി നെർവിലൂടെ. ആൻഡ് ഹിയറിംഗ് ഈസ് ഇഫക്റ്റഡ്. അതിന്റെ ഫലമായിട്ട് നമുക്ക് ശബ്ദം കേൾക്കാൻ സാധിക്കുന്നു. അപ്പൊ ഇനി അതൊന്ന് ഫില്ല് ചെയ്യാം അല്ലേ? നമുക്ക് അടിയിലത്തെ കോളം ഇത് വെച്ച് ഫില്ല് ചെയ്യാൻ വേണ്ട. ഒന്ന് ഫില്ല് ചെയ്തത് എന്താ പറയുക? സൗണ്ട് വേവ്സ്, പിന്നെ ഏതാ വരണത്? ഓഡിറ്ററി കനാൽ കഴിഞ്ഞു. ഓഡിറ്ററി കനാൽ, പിന്നെ കഴിഞ്ഞുള്ളൂ. പിന്നെ കഴിഞ്ഞു ഓഡിറ്ററി കനാൽ. പിന്നെ ഏതാ? ടിംപാനം. പിന്നെയോ ഇയർ ഓസിക്കിൾസ് എഴുതണ്ട. അതിങ്ങൾ ഇയർ ഓസിക്കിൾ, ഓവൽ വിൻഡോ കഴിഞ്ഞാൽ കോഗ്ലിയ. കോഗ്ലിയ ആണോ അതോ ഓർഗൻ ഓഫ് കോർട്ടി ആണോ? ഈ ഓവൽ വിൻഡോ തുടങ്ങിയിട്ട് അങ്ങോട്ട് പിന്നെ കോഗ്ലിയ എന്ന് പറഞ്ഞാൽ ഓവൽ വിൻഡോ അടക്കം അവിടെ നിന്ന് അങ്ങോട്ട് ചുരുണ്ടിരിക്കുന്ന സാധനത്തിനെയാണ് കോഗ്ലിയ എന്ന് പറയുന്നത്. കോഗ്ലിയ എന്നാണോ ബുക്കിൽ അടയാളപ്പെടുത്തിയത്? ടീച്ചർ പറഞ്ഞത് എന്നിട്ടാ കോഗ്ലിയ എന്നാ പറഞ്ഞത്. എന്നാ പിന്നെ കോഗ്ലിയ. ഹെയർ സെൽ അത് കഴിഞ്ഞപ്പോ കോഗ്ലിയയുടെ ഉള്ളിലുള്ള ഭാഗം തന്നെയാണ് ഹെയർ സെൽ. ഹെയർ സെൽ എന്തുണ്ടാക്കുന്നു? ഇമ്പൾസ് ആക്കുന്നു. ഓഡിറ്ററി നെർവ് എവിടെയാ? ബ്രെയിൻ, സെൻസ് ഓഫ് ഹിയറിംഗ്. അത് ബ്രെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകം നമുക്ക് പറയാം സെറിബ്രം എന്ന് പറയാം. അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പോ നമ്മുടെ കേൾവി എങ്ങനെയാ സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ അല്ലേ? നിങ്ങൾ കേൾവി അപ്പൊ ഞാൻ ഇനി അറ്റൻഡൻസ് എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ. ഓക്കെ.